ഷെഫീഖിനായാലും ഞങ്ങൾക്ക് ഇപ്പൊ എന്താ പറയാ ഈ 4-5 മാസം കൊണ്ട് ഞങ്ങൾക്ക് എന്താ പറയാ 40 ഞങ്ങൾക്ക് ഓന് കൊടുക്കാൻ കഴിഞ്ഞു. അതിന് ഞങ്ങൾക്ക് നല്ല എന്താ പറയാ സന്തോഷം ഉണ്ടാകും. അതിന് ശേഷമുള്ളത് ഫസ്റ്റത്തെ 8 രൂപ. പിന്നെ ആ 8 രൂപ കിട്ടുന്നത് ഞാൻ അത്ഭുതപ്പെട്ടു. കുറച്ച് എത്ര കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചമായിരുന്നല്ല. നമുക്ക് നല്ല നല്ല മെച്ചങ്ങൾ ഉണ്ടാവും. ദൂരത്തേക്ക് പോകുന്തോറും നമുക്ക് തന്നെ സ്വപ്നം കാണാൻ കജ്ജൂല. മോണിറ്റേഷൻ ആയി കിട്ടിയാൽ പിന്നെ നമ്മൾ അതിന്റെ ഐഡിയക്ക് ഇങ്ങനെ നീങ്ങി കൊടുത്താൽ പടച്ചോനാണ് നിങ്ങൾക്ക് നല്ല ഒരു സംഗതി കിട്ടും. കുഴപ്പമില്ലാത്തൊരു കിട്ടും. കൂലിപ്പണിക്ക് പോയാൽ കിട്ടുന്നത് 1200 ആണെങ്കിൽ അത് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന ഒരു സംഗതിയാണ്. തറവാട്ടിക്ക് പോണ വീഡിയോ 83 ഞങ്ങളെ ഭാഗ്യം കൊണ്ടാക്കാരം ഒരു ക്ലിയറും ഇല്ലാത്ത വീഡിയോ 83 1000 വ്യൂസ് ഒക്കെ ഞങ്ങൾക്ക് ഒരു ഷോട്ട് പോയിട്ട് തുള്ളി ചാടിയ ദിവസമുണ്ട്. 1000 ലോങ്ങൊക്കെ പോയിട്ട് ഞാൻ ചിന്തി കെട്ടിപ്പിടിച്ച ദിവസം. ഇപ്പോഴും അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെറിയാപ്പനോട് യൂട്യൂബ് തുടങ്ങിയിട്ടേ ചെറിയാപ്പ മീൻഡാക്കിയിട്ടില്ല. മാണോന്നും പറഞ്ഞിട്ടില്ല എന്നോട്. നമ്മൾ ഒന്നിട്ടുകാണ്ട് പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ട് ഇടുന്ന വെച്ചാല് യൂട്യൂബ് തന്നെ നമ്മളാ ഒരു താത്താൻ നോക്കും. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങളൊരു വെറൈറ്റിയിലെ എല്ലാ കണ്ടന്റിൽ നിന്നിട്ട് ഒരു കണ്ടന്റ് മാറ്റി പിടിച്ച് എന്നോ ഡെയിലി വ്ളോഗ് അങ്ങനെ ഇങ്ങനെയൊക്കെ അല്ലേ, ചെറിയ വിഷയം ഒന്ന് മാറ്റി പിടിച്ചു. ഉപകാരപ്പെടല്ല ഈ ഫീൽഡിലൊക്കെ ഉള്ള ആൾക്കാർക്ക്. യൂട്യൂബിലുള്ള ആൾക്കാര് യൂട്യൂബിൽ ഇറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും മെച്ചമുണ്ടോ? കാരണം നമുക്ക് ഇൻസ്റ്റയിൽ അയക്കലുണ്ട് എങ്ങനെയാണ് എഡിറ്റിങ്, എങ്ങനെയാണിത്, എങ്ങനെ പറയാ, എങ്ങനെയാണ് നിങ്ങള് ബാച്ചോട് കംപ്ലീറ്റ് ആക്കിയത്, കുറെ ആൾക്കാർ മെസ്സേജ് അയക്കലുണ്ട്. അപ്പൊ ഒന്നും അല്ലാത്ത ഞങ്ങൾ ഇവിടം വരെ എത്തിക്കണെങ്കിലേ ഇവിടം വരെ എത്തിയോ? അങ്ങനെയല്ല, പാതി എത്തിയില്ലേ. എന്തൊക്കെപ്പോ എന്താ പറയാ, ഒന്നുമില്ല, എന്തൊക്കെ ആയി എന്താ പറയാ, ഒന്നുമില്ല. നല്ലത്. പിന്നെ നമ്മള് ഫസ്റ്റ് ആയിട്ട് ഇപ്പൊ കുറെ ആൾക്കാർ യൂട്യൂബ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടാവും, തുടങ്ങിയാണ് പകുതി വെച്ച് നിന്ന ആൾക്കാരുണ്ടാവും. ഞങ്ങൾക്ക് ഒരു താത്താര് മെസ്സേജ് കുട്ടി യൂട്യൂബ് തുടങ്ങിയേക്കണ്, ഞങ്ങള് ഓലെ വീഡിയോ ഞങ്ങൾ ഇടുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ ആവുന്നില്ല. ചിലവര് ഒറ്റടിക്ക് തുറന്നു. അപ്പൊ ഓല് പറയും വ്യൂസ് 700 ഉള്ളൂ, 300 ഉള്ളൂ, നിങ്ങൾ അത്ര വ്യൂസ് കിട്ടണില്ല. അങ്ങനെ കുറെ ആൾക്കാർ മെസ്സേജ് അയക്കലുണ്ട്. പിന്നെ ഇതിലിറങ്ങിയാ പിന്നെ കുറെ കളിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നെഗറ്റീവ് പോസിറ്റീവ് കുറച്ചുണ്ടാവും, കുറെ ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മളെ നാട്ടിലൊക്കെ ചുറ്റിപ്പറ്റിയാവുമ്പോഴേ. അപ്പോ നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വിചാരിക്കാത്ത പിന്നെ ഒരുപാട് സംഗതികൾ യൂട്യൂബിലുണ്ട്. മീൻസ് അതന്നെ, ഇതാരും പറഞ്ഞു തരൂല. നിങ്ങളിപ്പോ നമ്മള് ഇപ്പൊ യൂട്യൂബേഴ്സ് ആയിട്ട് കുറെ ആൾക്കാരുണ്ട്, ആരും നമുക്ക് പറഞ്ഞു തരൂല തുടങ്ങിക്കോളിട്ടോ, നിങ്ങൾക്ക് ഇന്നത് കിട്ടോ, ആരും നമുക്ക്. കാരണം ഒരിക്കൽ കിട്ടുന്ന ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട നേരെ ഒരിക്കില്ല, ഓല അടുത്തത് ആലോചിച്ചാണ്. ഒന്നുമില്ല, അത് തുടങ്ങാൻ ഉദ്ദേശിക്കണോര് തുടങ്ങിക്കോളി. അതേമാതിരി പിന്നെ പകുതി വെച്ച് നിർത്തിയോലും നിർത്തരുത്, തുടങ്ങിക്കോളി. കാരണം ഇത് നമ്മൾ വിചാരിച്ചമായിരുന്നല്ല. നമുക്ക് നല്ല നല്ല മെച്ചങ്ങൾ ഉണ്ടാവും. ദൂരത്തേക്ക് പോകുന്തോറും നമുക്ക് തന്നെ സ്വപ്നം കാണാൻ കജ്ജൂല. അത്ര അങ്ങനെ ആയിക്കാരം ഇപ്പോഴുള്ളതല്ല. പക്ഷെ നമുക്ക് ഇപ്പൊ തന്നെ അതിൻ്റെ ഒരു റേഞ്ച് മനസ്സിലാക്കാൻ കജ്ജുണ്ട്. നമ്മൾ ഇത്ര ആയിട്ടുള്ളൂ, അപ്പൊ ഇനി മേലേക്ക് പോകുന്തോറും എന്തായിരിക്കും എന്നുള്ള ആ ഒരു റേഞ്ച് നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരും പിന്നെ തുടങ്ങിയവരും അതേമാതിരി പകുതി വെച്ച് നിർത്തിയവരും നിർത്തും ചെയ്യരുത്. ക്ലിയർ ആവും. പക്ഷെ പിന്നെ തളർത്താൻ കുറെ ആൾക്കാരുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നമ്മളിത് ചാലുമായി കിട്ടിയാൽ, മോണിറ്റേഷൻ ആയി കിട്ടിയാൽ പിന്നെ നമ്മൾ അതിന്റെ ഐഡിയക്ക് ഇങ്ങനെ നീങ്ങി കൊടുത്താൽ പടച്ചോനാണ് നിങ്ങൾക്ക് നല്ല ഒരു സംഗതി കിട്ടും. കുഴപ്പമില്ലാത്തൊരു കിട്ടും. നല്ല ഒരു സൈഡിൽ കൂടെ ഒരു വരുമാനം അത് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ചിലർക്ക് ഇതൊന്നും അറിയില്ല. ചില ആൾക്കാരെ എന്താടാ യൂട്യൂബ് പോയിട്ട് എന്താ കിട്ടിയത്, 10 രൂപ കിട്ടിയോ എന്നൊക്കെ കേൾക്കാറ്. പക്ഷെ കൂലിപ്പണിക്ക് പോയാൽ കിട്ടുന്നത് 1200 ആണെങ്കിൽ അത് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന ഒരു സംഗതിയാണ്. നമ്മൾ അത്രയും മെനക്കെട്ട് രാവിലെ കഴിച്ചുമ്പോൾ ഊരവേനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയും നമ്മൾ പണിയെടുക്കണം. എന്നാലേ നമ്മളെ കജ്ജിൽ ആ 1200 വരുള്ളൂ. വെയിലും കൊള്ളണം. പക്ഷെ ഇത് നമ്മളെ ഒന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ കണ്ടന്റ് എങ്ങനത്തെ ഉണ്ടാക്കണം, പിന്നെ എങ്ങനത്തെ ചെയ്യണമെന്ന് നമ്മളൊന്ന് മൈൻഡ് കൊടുത്തൊന്ന് ചിന്തിച്ച് അത് നല്ലൊരു വീഡിയോ ഒക്കെ ആക്കി എടുത്താൽ ഇൻഷാ അല്ലാഹ് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. അത് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഞങ്ങൾക്കിപ്പോൾ
അൽഹംദുലില്ലാ ആയി വരുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പകുതി വെച്ച് നിർത്തണ്ട, അതൊരു സൈഡായിട്ട് നിങ്ങൾക്ക് ആ ഒരു പൈസ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ. എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് അത് നല്ലതായിരിക്കണം, ഇഷ്ടപ്പെടുന്ന രീതിയിൽ മോശമാക്കാതെ, പിന്നെ വേറെ രീതിയിലൂടെ പോകാതെ ആ ഒരു നേരായ വഴിയിലൂടെ നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാണ്. ഞാൻ ആ ഒരു നേരായ രീതിയിലുള്ള കാര്യങ്ങളാണ് പറയാം കേട്ടോ. നമ്മൾ പിന്നെ മോശമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാതെ നല്ല രീതിയിൽ എടുത്തു പോവുകയാണെങ്കിൽ അതേക്കാരം ഏറ്റവും നല്ലത്. നിങ്ങൾ ഫസ്റ്റ് ആൾക്കാരെയൊക്കെ എങ്ങനെയാണ് പറഞ്ഞത്? ആൾക്കാർ ഫസ്റ്റ് ആയിട്ട് കാണുന്ന കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങള് വീഡിയോയില് ഞങ്ങള് ഫസ്റ്റ് ഇട്ട ടൈമില് ഞങ്ങളോട് ഏറ്റവും കൂടുതൽ പറഞ്ഞ നിങ്ങള് സംസാരം കുറെ ആൾക്കാർ മാറ്റാൻ പറഞ്ഞത്. അതിലേറെ എത്ര ആൾക്കാർ നിങ്ങളെ വർത്താനം രസാണ്. പക്ഷെ നമ്മളെ എങ്ങനെയാണ് ആ വീഡിയോ തുടങ്ങിയത്, നമ്മളെ തുടങ്ങിയപ്പോൾ നമ്മളെ ആ ഒരു രൂപം സ്വഭാവം എങ്ങനെ, പിന്നെ ആ രീതിയിൽ തന്നെ പോവുക, അതിലൊരു മാറ്റങ്ങൾ വരാതിരിക്കുക. ചില കുറച്ച് കൂടുമ്പോഴൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടൊന്ന് മാറ്റി കളിക്കാന്നുള്ള ആ ഒരു ഇതൊക്കെ വരും. നമ്മളെ തുടങ്ങിയ രീതിയിൽ തന്നെ നമ്മൾ പോകാൻ ശ്രമിക്കുക. പിന്നെ എന്തോന്ന് പറയാൻ വിചാരിച്ചിട്ടാണ്. പിന്നെ ഞങ്ങൾ ആരൊക്കെയാണ് യൂട്യൂബിൽ, ഇതിപ്പോ ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾ കുറച്ച് 4-5-6 ഒരു കുടുംബം തന്നെ ഉണ്ട്. പക്ഷെ അത് പാതിക്കുന്ന എന്താ പറയാ, ഇനിയും കൊണ്ട് ഔലേജ് തുടങ്ങിക്കോ അല്ലെങ്കിൽ മറ്റോടും കൊണ്ട് ഔലേജ് തുടങ്ങി അങ്ങനെ ഒറ്റപ്പെടുത്തി പോകരുത്. കാരണം പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഇതിൽ തന്നെ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോയിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്നത് ഇപ്പോഴും ഷിഫ്നിയാണ്. യെസ് ബോസ്. നമ്മളെ ചെക്കൈന്റെ ഇടയിൽ വന്നു ഓനും മല പോകുന്നെല്ലാം എടുക്കുന്നു. അത് എന്നിട്ട് എന്താ പണിയൊക്കെ വന്നത്. ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തത് ഷംനിയും ഷിഫ്നിയാണ്. തുടക്കത്തിലൊക്കെ ഇവര് തുടങ്ങിയപ്പോൾ നമുക്കൊന്നും ഒരു മൈൻഡേ ഇല്ല. ചെറിയപ്പോ 5 സബ്സ്ക്രൈബർ ഞങ്ങൾ ചെറിയപ്പോ ഫോൺ കടയിലായ ടൈമില് ഈ ആൾക്കാർ ഫോൺ നന്നാക്കാൻ വരും. 1 സബ്സ്ക്രൈബ് കൂട്ടിയത് ഓല് ഏതായാലും ഫോൺ നന്നാക്കാൻ കൊടുക്കില്ല. അപ്പൊ യൂട്യൂബറിൽ കയറിയിട്ട് ക്രൈസി ടോട്ടൽ ഫാമിലി കഴിഞ്ഞ സബ്സ്ക്രൈബ് ആക്കിയാൽ 6 കിട്ടും. അങ്ങനെ 6 ആയി 7 ആയി 200 ചില്ലാനം വരെ 300 ചില്ലാനം വരെ നിങ്ങൾ അണ്ണന്മാരായി. ഇടയ്ക്ക് ഡിസ്പ്ലേ ഒക്കെ നന്നാക്കാൻ വരുമ്പോ നന്നാക്കി ചെക്ക് ചെയ്യുമ്പോഴൊക്കെ ഞാൻ വെറുതെ സബ് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഏതായാലും അൽഹംദുലില്ലാ ഈ ലെവലിലൊക്കെ എത്തി. അപ്പോ നമ്മൾ പറഞ്ഞു വരാനുള്ളത്, ചാനൽ തുടങ്ങുന്ന ആൾക്കാരൊക്കെ തുടങ്ങണം. ഇതിന്ന് നല്ല എന്താ പറയാ സംഗതി കിട്ടും നമ്മൾ അതിന്റെ രീതിയിൽ പോവുകയാണെങ്കിൽ. പിന്നെ എഡിറ്റിംഗ് പഠിച്ചിട്ടേ യൂട്യൂബ് തുടങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചാല് ഞങ്ങളൊക്കെ അതിക്ക് ഇറങ്ങിയാൽ അതിന്റെ ഒക്കെ മനസ്സിലാവുള്ളൂ. ഇപ്പൊ നമ്മൾ പറഞ്ഞാലും നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നില്ല. അതിക്ക് ഇറങ്ങണം. ഇറങ്ങിയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ മെല്ലെ മെല്ലെ നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങും. നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ വീഡിയോ കണ്ടാലും നമുക്ക് ഫുള്ളായിട്ട് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നമ്മളാ വീഡിയോ ചെയ്ത് അതിനൊക്കെ ഇങ്ങനെ ആ സ്റ്റെപ്പ് ആയിട്ട് വന്നാലേ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. അപ്പോൾ ഡൗട്ട് ഉണ്ടാകുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുകയും ചെയ്യട്ടെ, നമ്മൾ പറഞ്ഞുതരാൻ റെഡിയാണ്. അങ്ങനെ നമ്മൾക്ക് അറിയുന്നത് നമ്മൾ പറഞ്ഞുതരാൻ റെഡിയാണ്. പക്ഷെ പിന്നെ തുടങ്ങണം. ഏതാ ചേച്ചി ഞങ്ങളൊക്കെ യൂട്യൂബ് തുടങ്ങിയ ടൈമില് ഷെഫിയൊക്കെ താത്താക്ക് കൊണ്ടുവന്ന ഫോണിന്റെ ഫോൺ എന്ന് പറഞ്ഞാല് ഈ ഒരു ഇതാണ്. ഇതിന്റെ ക്യാമറ എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ പക്കാ ലോക്കലാണ്. കിച്ചനെ ഇപ്പൊ കണ്ട ചിരിയല് എങ്ങനെയാ അത്. കാരണം നമുക്കൊരു വീഡിയോ എടുക്കാൻ ഇതൊക്കെ നിങ്ങൾ തന്നെ നോക്കി ക്യാമറന്റെ ക്ലിയർ പിന്നെ ഇവിടുത്തെ ഞാൻ കൊടുത്ത ഐഫോണ് പിന്നെ വെള്ളം കയറിയിട്ട് എന്തോ പ്രശ്നമായിട്ട് 5S അത് വെള്ളം കയറി ഡിസ്പ്ലേ പോയതിന്റെ ശേഷം അന്ന് രാത്രി ഞാൻ ഗൾഫിലാണ്. അന്ന് രാത്രിയാണ് ഞാൻ ചെക്കന്മാർക്ക് പൈസ ഇട്ട് കൊടുത്തങ്ങാണ്ട് പിന്നെ അപ്പൊ ഒരു 10 റുപ്യ 8 റുപ്യ ഉള്ള ഫോൺ അങ്ങനെ കൊണ്ടുപോയി കൊടുത്താണ്. ഒരു 5 വർഷം മുമ്പാണ് അല്ലേ, 5 വർഷം മുമ്പ്. അങ്ങനെ പിന്നെ ആ ടൈം എന്ന് പറയുന്നത് ഷെഫീക്ക് താത്താക്ക് ഒരു ഫോൺ കൊടുത്തു വെച്ചിട്ട് ഒരു ഓണർ ആ ഫോണിൽ ഞങ്ങള് ഇങ്ങനെ വീഡിയോ എടുത്തിന്. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ നോക്കിയാൽ തന്നെ അറിയാം ക്ലിയർ ഇല്ല. ഈ വീഡിയോനെ സംബന്ധിച്ച് ആ വീഡിയോയിൽ ക്ലിയർ ഇല്ല. അപ്പൊ മോണ്ടനും ആനും മുന്നേ ആയാലും ഞങ്ങളോട് പറഞ്ഞ നിങ്ങളെ വീഡിയോ മണാലി ചെന്ന് കാണൂല ഈ മഞ്ഞില്ലേ അതിന്റെ ഉള്ളിൽ കാണുന്ന മാതിരിയാണ്. ഇനി ഈ ആൾക്കാർ കാണുമെന്ന് വിചാരിച്ചാലും നിങ്ങൾ എത്ര നല്ല കണ്ടന്റ് ആയിക്കോട്ടെ ആൾക്കാർ കാണുമെന്ന് വിചാരിച്ചാലും നിങ്ങളെ വീഡിയോ കാണൂല, സ്കിപ്പ് അടിച്ച് പോകും. നിങ്ങൾ എങ്ങനെയും എന്തേലും വിറ്റിട്ട് നിങ്ങളെ മാല അല്ലെങ്കിൽ ആയിരത്തി ചെറിയപ്പനോട് കടം വാങ്ങിയിട്ട് ആയിരത്തേലും കടം വാങ്ങിയിട്ട് നിങ്ങളൊരു ഐഫോൺ നിങ്ങൾ കഴിച്ചില്ലാവും, എന്തായാലും കഴിച്ചില്ലാവും പറഞ്ഞ് അങ്ങനെ അന്നൊന്നും പിന്നെ ചെറിയപ്പ ഞങ്ങൾ പറഞ്ഞ ഇവിടെ എത്തിയിട്ടുണ്ട്, ഞങ്ങൾ ഇതൊന്നും എത്തൂല. ഞാൻ ഐഫോൺ വാങ്ങി കഴിഞ്ഞാൽ പൈസ പിന്നെ ഫോൺ കത്തിൽ വെച്ചിട്ട് പൈസ ഉണ്ടാവില്ലല്ലോ. അതിൽ പിന്നെ ഞങ്ങൾ പിന്നെ എന്താട്ടി പാപ്പൂന്റെ ഷുക്കൂറിന്റെ ഒരു കോമഡി ഉണ്ടെങ്കിൽ അത് ഇട്ടു. അതൊറ്റടിക്ക് 9 ലക്ഷോ അല്ലേ, 3 ലക്ഷം പോയി. വാച്ച് ഓവർ ഞങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. 1000 സബ്സ്ക്രൈബ് ഞങ്ങൾക്ക് ആവുമ്പോ കയറി.
1000-200 സബ്സ്ക്രൈബ് ഞങ്ങൾക്ക് ആവുമ്പോ കേറി. നോമ്പിന്റെ മുമ്പ് തുടങ്ങിയത് ചാനൽ, കഴിഞ്ഞ നോമ്പിന്റെ. ഞാൻ ഡിസംബർ ലാസ്റ്റ് ആ ടൈം, ജനുവരി ഫസ്റ്റ് ആ ടൈം ആയിട്ട് ഞാൻ തുടങ്ങി. നോമ്പിനാണ് നമ്മള് മോണിറ്റൈസേഷൻ ആയത്. പിന്നെ നോമ്പിന് പിന്നെ മോണിറ്റൈസേഷൻ ആകാൻ കാരണം തറവാട്ടോട് കൂടി ഒരു വീഡിയോ നമ്മൾ ഇട്ടിനി. അന്ന് 2 ആഴ്ച ആ വീഡിയോ ഒരു 7 അങ്ങനെ ഓടിയിട്ടുള്ളൂ. പക്ഷെ ഈ മോണിറ്റൈസേഷൻ ആവാനുള്ള ടൈമില് ഞങ്ങൾ അന്ന് എക്സാമിന് പോണത് ഇടും. ഞാൻ പഠിച്ചിട്ടില്ല, അന്ന് പഠിച്ചിട്ട് മൈൻഡേ ഇല്ല. ഞാൻ ഈ യൂട്യൂബ് സിഫിനെ കോപ്പി ചെയ്താണ്. അപ്പൊ ഞാൻ പറയും സിഫിനെ വീഡിയോ എടുക്കണ്ട, എഡിറ്റ് ആക്കരുത്, ഇതെന്തേലും കാട്ടണം. മോണിറ്റൈസേഷന് നമുക്ക് ടാസ്ക് തരും. ഒന്നെങ്കിൽ 3 മാസം 1000 സബ്സ്ക്രൈബും 3000 വാച്ച് അവർ, ആ വാച്ച് അവർ അക്കാലം അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഒരു കൊല്ലം വരെ 4000 വാച്ച് അവറും 2000 സബ്സ്ക്രൈബോ 500 സബ്സ്ക്രൈബ് അല്ലെങ്കിൽ 1000 സബ്. ഇപ്പൊ പിന്നെ പ്രശ്നമല്ല, ഇപ്പൊ ഒന്നും കൂടി ഈസിയാണ്. ഇപ്പൊ ലൈവൊക്കെ വാച്ച് അവർ ആയി കൂട്ടുന്നോണ്ട് ഒന്നും കൂടി ഈസിയാണ്. അന്ന് അത്ര പിന്നെ ലൈവ് ഒന്നും പിന്നെ വാച്ച് അവർ കൂട്ടൂലേനി. നമുക്ക് ഈ 3000 അല്ലേ സിമ്പിളാണ്, ഒരിക്കലും സിമ്പിളല്ല. നമ്മള് ഓരോ ദിവസം ചിലപ്പോ ഓരോ വാച്ച് അവർ ആക്കാനും കൂടെ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. വാച്ച് അവർ 1, 2, 3 അങ്ങനെ പോയതാ. പക്ഷെ ആ തറവാട്ടിക്ക് പോണ വീഡിയോ 83 ഞങ്ങൾ ഭാഗ്യം കൊണ്ടക്കാരം ഒരു ക്ലിയറും ഇല്ലാത്ത വീഡിയോ 83 പിന്നെ വലിയ മീമ്പലൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കയറി പോയതാണ്. അത് വേറെ കാര്യം. കാരണം അത്രയും കാലം ഫ്രെയിമില് വേറെ ആരും ഇല്ല, ഫസൽ ഫ്രെയിമിൽ ഉള്ളതിന്. പക്ഷെ ഫസൽ ഫാമിലിന്റെ കുറച്ച് മുഖങ്ങൾ കണ്ടപ്പോ ധാരാന്ന് കാണാൻ വേണ്ടി ആൾക്കാർ വന്നു നോക്കിയതാണ്. പക്ഷെ നിങ്ങൾ വന്നു നോക്കിയോണ്ട് ഞങ്ങൾ കഴിച്ചിലായി, അതാണ് സത്യം. പിന്നെ അങ്ങനെ ടാസ്കും കാര്യമൊക്കെ കംപ്ലീറ്റ് ആയി. പിന്നെ ഞങ്ങള് ഫസ്റ്റ് ഞങ്ങൾക്ക് അങ്ങനല്ലേ ടാസ്ക് കംപ്ലീറ്റ് ആയി. പിന്നെ അത് ഞാൻ ചെറിയാപ്പൂന് വിളിച്ചത്. അന്നൊന്നും ചെറിയാപ്പൂന് യൂട്യൂബ് ലിങ്ക് അല്ല, സ്റ്റുഡിയോ ലിങ്ക് അല്ല. അന്ന് ഞങ്ങളെ കജ്ജിലാണ്. ഞാൻ യൂസ് ചെയ്യണില്ല. ഞാനിങ്ങനെ സ്ക്രീൻഷോട്ട് ഇങ്ങനെ വിട്ടുകൊടുക്കും. 1000 വ്യൂസ് ഒക്കെ ഞങ്ങൾക്ക് ഒരു ഷോട്ട് പോയിട്ട് തുള്ളി ചാടിയ ദിവസമുണ്ട്. 1000 ലോങ്ങൊക്കെ പോയിട്ട് ഞാൻ സിറ്റി കെട്ടിപ്പിടിച്ച ദിവസമുണ്ട്. ലാഭം എന്നൊക്കെ അറിയ പരിപാടിയൊക്കെ. ഫസ്റ്റ് വീഡിയോ ഏതാണ്? ആദ്യം വായിപ്പിച്ചതാണ് യൂട്യൂബിലെ ഫസ്റ്റ് വീഡിയോ. കുട്ടികളെ വെച്ച് ചെയ്യാന്ന് പറഞ്ഞു. കുട്ടികളെ വെച്ച് ചെയ്തപ്പോ എന്തൊക്കെ ഫോർമാലിറ്റീസ്, പൈസ പക്ഷെ കുട്ടികളെ വെച്ച് ചെയ്താൽ അങ്ങനെ പ്രശ്നമുണ്ട്. ഏറ്റവും നല്ലത് കുട്ടികളെ വീഡിയോ ആക്കരുത്, വലിയ പോലെ തന്നെ ആക്കണം. കുട്ടികളെ അതിൽ ചേരാന്നുള്ളതാണ് ഏറ്റവും നല്ലതാണ്. ഇപ്പോഴും അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെറിയാപ്പൂനോട് യൂട്യൂബ് തുടങ്ങിയിട്ടേ ചെറിയാപ്പൂ മീൻഡാക്കിയിട്ടില്ല, മാണോന്നും പറഞ്ഞിട്ടില്ല, എന്നോട് മാണാന്ന് പറഞ്ഞിട്ടില്ല. എന്തേ അറിയില്ല, ചെറിയാപ്പൂന് ഇഷ്ടമല്ല അങ്ങനത്തെ. പക്ഷെ ആ ടൈമില് പക്ഷെ നിക്കുമ്പോ വീഡിയോയില് നല്ല ശരിക്കും നിക്കണം എന്നുള്ളൊരു അത് പറഞ്ഞു. ഞാൻ അത്രേ പറഞ്ഞിട്ടുള്ളൂ, നല്ല രീതിയിൽ ചെയ്യാന്നുള്ള ആ ഒരു രീതി തന്നെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ അങ്ങനെ ഓരോരുത്തരും ഓൺ വോയിസ് ചെയ്യൽ തുടങ്ങി. ഏതെങ്കിലും കോമഡിന്റെ ഡബിങ് തുടങ്ങിയിറങ്ങി. അതിൽ അനുമൂട്ടന് ഞങ്ങൾ ചീത്തറി, നിങ്ങൾ കണ്ടുകൊണ്ട് ചെയ്യല്ലേ, നിങ്ങൾ അതെത്ര വ്യൂസ് പോയാലും അത് നിങ്ങൾക്കല്ല പേര് കിട്ടുക, അത് ഓല് ചെയ്തോണ്ട് ഓൽക്കാണ് ആ പേര് കിട്ടുക. നിങ്ങൾ തന്നെ സ്വയമായിട്ട് ഒരു കോമഡി നിങ്ങൾ എന്തിനേലും ഉറച്ചിക്കാൻ പറഞ്ഞു. ഞങ്ങൾ എന്തെങ്കിലും ചിരിച്ചിടും, പിന്നെ കുറെ കരയും. ഞങ്ങൾ മറ്റേ ഡോറാബൂജിന്റെ കെട്ടിനി, അതിന് ഞങ്ങളോട് ചീത്തറി. അത് കണ്ടിച്ചെന്നെ ഞാൻ പറയാം, എന്ത് ചളിപ്പാണ് ഇത് ചോദിച്ചത്. എങ്ങനെയത് അത് കണ്ടപ്പോഴും തലവേദനയാണ്. അതില് മോളുടെ അനുഭവം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഒരു കണ്ടന്റ് മുറിച്ചിട്ട് ഞങ്ങൾ കണ്ടില്ല, ഇപ്പൊ ഞങ്ങളെ ഫാമിലി വ്ളോഗാണ്, അല്ലെങ്കിൽ അതേമാതിരി നിങ്ങളൊരു ഫാമിലി വ്ളോഗ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ കുക്കിംഗ് വീഡിയോ ചെയ്യുക. അത് ഞങ്ങളിങ്ങനെ ആലോചിച്ച് നമ്മള് അത് നിങ്ങൾ ലാഭക്ക് വന്നിട്ടായിരുന്നു, നമുക്ക് ലാഭക്ക് പോവുക. പിന്നെ ഒരു ഞായറാഴ്ച ദിവസം കിട്ടുക, നമുക്കൊരു ഷോട്ട് കൊടുക്കുക, അങ്ങനെ ഒക്കെ പറഞ്ഞ് അങ്ങനെ പോയി 1000, 2000, 2000, 10000 നോമിന്റെ ടൈമിലാണ് ഞങ്ങൾക്ക് 10000 ആണ്. ആ ടൈമിൽ പിന്നെ കുറച്ച് പാതിയായപ്പോൾ മോണിറ്റൈസേഷന്റെ സ്റ്റെപ്പും കാര്യം വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞപ്പോ ഇത് നമുക്ക് ബാങ്ക് അക്കൗണ്ടും കാര്യമൊക്കെ അല്ലേ ശരിയാക്കാൻ തെറ്റി പോയത്, അതിന്റെ ബ്ലോക്കിങ്. എന്താ പറയാ, ബാങ്ക് അക്കൗണ്ടും കാര്യമൊക്കെ ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ആരുടെ നമ്പർ അന്നൊക്കെ നമ്പർ തന്നു. കാരണം അത് 1000 തൊട്ടിട്ട് ആ കാക്ക ഞങ്ങൾക്ക് ശരിയാക്കി തന്നെ. ഇനി നമ്മൾ വീഡിയോ ഇട്ടാല് നമ്മൾ ഓരോ ദിവസം ഓരോ $, ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ടാവും. അതിൽ $100 മാക്സിമം. അതിന്റെ കുറവ് പോയാലേ നമുക്ക് ആ പൈസ കിട്ടൂല. ഇപ്പൊ നമ്മള് വീഡിയോ ഇട്ടു, ഡെയിലി അപ്പോഴും വീഡിയോ ഇട്ട് കഴിഞ്ഞാല് $100 താഴെയാണ് നമ്മളെ പൈസ എങ്കിൽ നമുക്ക് ആ $, എടുക്കാൻ പറ്റൂല, അക്കൗണ്ടിൽ കയറൂല. അത് 101 ആയിക്കോട്ടെ. വീഡിയോ ഡെയിലി മോട്ടിവേഷൻ അതിന്റെ ശേഷം കേട്ടോ വീഡിയോ ഡെയിലി ഇടാൻ ശ്രമിക്കുക. വ്യൂസ് കമ്മിയാണോ കൂടുതലാണോ ഒന്നും മൈൻഡ് ചെയ്യണ്ട, വീഡിയോ അങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുക. ഒരു വീഡിയോ റീച്ച് ആവും, ഒന്നില്ലെങ്കിൽ ഒന്ന് റീച്ച് ആവേണ്ടിയിരിക്കും. നമ്മൾ ഒന്ന് ഇട്ടുങ്ങാണ്ട് പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ട് ഇടുന്ന വെച്ചാല് യൂട്യൂബ് തന്നെ നമ്മളാ ഒരു താത്താൻ നോക്കും. നമ്മളിങ്ങനെ അതിൽ വല്ലാതെ
പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാന്നാല് ഓല് തന്നെ നമ്മളൊന്നും ഇങ്ങനെ നമ്മളത് വല്ലാതെ റെക്കമെൻഡ് പോകൂല വീഡിയോ. അപ്പൊ മാക്സിമം ഡെയിലി ഇടാൻ ഇങ്ങനെ നോക്കുക. അപ്പൊ യൂട്യൂബ് തന്നെ നമ്മളിത് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും വീഡിയോ. അത് കണ്ടന്റ് ഉണ്ടോ ഇല്ലേ എന്നൊന്നും നോക്കണ്ട, ഇട്ടുകൊണ്ടേയിരിക്കുക. അപ്പൊ ഇൻഷാല്ലാ ക്ലിക്കാവും. പിന്നെ വെറൈറ്റി എല്ലാരും ഇങ്ങനെ ചെയ്യുന്നൊന്നും ഇത് നമ്മള് ചെയ്യണ ഐഡിയ കേട്ടോ, അത് എല്ലാരും ഇങ്ങനെ ആവണം എന്നില്ല. നമ്മൾ ചെയ്ത് സക്സസ് ആയ ഒരു ഐഡിയ പറയാന്നുള്ളൂ. പിന്നെ ഇങ്ങനെ ഈ പ്രേമവും കാര്യങ്ങളൊക്കെ ഈ ആൾക്കാർക്ക് ഒന്നെങ്കിൽ കാണാൻ ഏറ്റവും ഇഷ്ടം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞത് ഇതൊക്കെ ഞങ്ങളോട് മോഡനും പറഞ്ഞാട്ടോ, അത് ഞങ്ങൾക്ക് ആരും പറഞ്ഞതല്ല. ഈ ആൾക്കാർക്ക് ഏറ്റവും കാണാൻ ഇഷ്ടം ഒന്നെങ്കിൽ കുടുംബത്തിലെ ഏറ്റവും വലിയ സന്തോഷകാലം, ഒന്നെങ്കിൽ ഒരാൾ ഗൾഫ് അല്ല എന്താ പറയുക ഗൾഫിൽ നിന്ന് വരിക, ഒന്നെങ്കിൽ കല്യാണം, ഒന്നെങ്കിൽ നിശ്ചയം, അല്ലെങ്കിൽ എന്തെങ്കിലും ആ കുടുംബത്തിൽ അത്രയും പ്രസവം അത്രയും സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് കാണാൻ ഏതായാലും സ്വാഭാവികമായിട്ട് ഇഷ്ടപ്പെടുമല്ലോ. അല്ലെങ്കിൽ അത്രയും ഒരാൾ ഗൾഫിൽ പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും സങ്കടം, അങ്ങനെയൊക്കെ ആകുമ്പോൾ ആൾക്കാർ ഇമോഷണലി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിച്ചാണ്. കാരണം നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ എന്താ പറയുക പ്രാങ്ക് ആയാലും ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ചിരിച്ചാൻ വേണ്ടിയിട്ടാണ് പ്രാങ്ക് കാണുന്നത്, അല്ലെങ്കിൽ കാണൂലല്ലോ. അങ്ങനെ വെറൈറ്റി കണ്ടന്റ് ആള് ഈ കണ്ടന്റ് ഒക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചോറും കൂട്ടാൻ ഇതിലാണ് പെട്ടെന്ന് കറ്റുന്നു. പക്ഷെ കണ്ടന്റ് ഉണ്ടാക്കാറിഞ്ഞാല് ഡേ മൈ ലൈഫ് ആണെങ്കിൽ കുഴപ്പമില്ല, എന്തേലൊക്കെ എടുത്തിടാന്ന് വെച്ചാൽ. എപ്പോഴും ഡേ മൈ ലൈഫിൽ പോയാലും നമുക്ക് ആ ഒരു ഇത് കിട്ടൂലല്ലോ, നമുക്ക് ഇടക്കിടക്ക് ഇങ്ങനെ മാറ്റി പിടിക്കണം. പക്ഷെ ഞങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് എനിക്ക് തോന്നുന്നു കണ്ടന്റിന് അങ്ങനെ ഷോർട്ട് ആയിക്കോട്ടെ പ്രേമിന് കണ്ടന്റ് ആയിക്കോട്ടെ അല്ലേ, നമുക്ക് ഇങ്ങനെ കണ്ടന്റ് ഇട്ടാൻ കാരണം ഇവിടെ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുക നേരെ അങ്ങോട്ട് പോവുക, അവിടെ നിൽക്കുക നേരെ നേരെ പിന്നെ തറവാട്ടിൽ കയറാണ്ട് ഇച്ചിനിപ്പോ സുഖമില്ല. ഞാൻ ഇപ്പൊ 2 ദിവസം സിഗ്നേച്ചർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജലദോഷം ഇത് നോക്കുക ഓള് നോക്കും. ഇനിയിപ്പോ ഓക്ക് പള്ളിയിലുണ്ടെങ്കിൽ റെസ്റ്റ് ഇനി കൊണ്ടാവില്ല ഞങ്ങൾ ഇച്ച് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടിറക്കും. കാരണം ഒരു വീഡിയോ 2 വീഡിയോ ഞാൻ ഇങ്ങനെ നടക്കും. പണി ഇറങ്ങിയിട്ട് അതൊരു നഴ്സറിക്ക് പോകുമ്പോൾ തറവാട്ടൊക്കെ പെരുകും. ഞാൻ സർക്കിട്ടാക്കാരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇത് നമ്മൾ ഏറ്റുപോയി. അപ്പൊ ഏതായാലും പറഞ്ഞു വന്നത് യൂട്യൂബ് തുടങ്ങാൻ വിചാരിച്ചോലും അതേമാതിരി പകുതി വെച്ച് നിർത്തിയോലും അതേമാതിരി ഇപ്പൊ തുടർന്നുകൊണ്ടിരിക്കണോലും മോണിറ്റൈസേഷൻ ആവാത്തോലൊക്കെ അതിൽ നിന്നോളി. മോണിറ്റൈസേഷൻ ആകും, നിങ്ങൾ 1000 വിചാരിച്ചെങ്ങാണ്ട് നിർത്താൻ നിൽക്കണ്ട. പിന്നെ അത് ആവും, ഏതെങ്കിലും ഒന്ന് ക്ലിക്കായാൽ മതി, അതിന്മേൽ കയറും. പിന്നെ നിങ്ങൾ ചിന്തിക്കണ മാതിരി ഒന്നും ആവില്ല. ചിലർക്കൊന്നും ഇതിനെ കുറിച്ച് അറിയില്ല, ഇതിന് എന്താ കിട്ടണത് സംഗതികളൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഒന്നാമത് മെയിൻ പ്രശ്നം. ചില ഇന്നൊക്കെ എന്താ കരുതി എനിക്ക് തീരെ കഥയില്ല എന്നൊക്കെ ചോദിച്ച സമയമുണ്ട്. അപ്പൊ ഞാൻ പറയണത് ഇതിൽ നടന്നോളി. പിന്നെ എടുക്കുന്ന വീഡിയോ നല്ലതായിട്ട് എടുക്കാൻ നോക്കുക. പിന്നെ ഇപ്പൊ ഞമ്മക്ക് തന്നെ കിട്ടിയത്, ഇപ്പൊ ഞമ്മക്ക് ഫസ്റ്റ് മാസത്തില് നമുക്ക് കിട്ടിയത് 8 റുപ്യാണ് കിട്ടിയത്, നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയത്. ഫസ്റ്റത്തെ മോണിറ്റൈസേഷൻ അതിന് ശേഷമുള്ളത് ഫസ്റ്റത്തെ 8 റുപ്യ. പിന്നെ ആ 8 റുപ്യ കിട്ടിയെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു, കുറച്ചാൽ എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ. വീഡിയോ വല്ലാതെ ഓടിയിട്ടില്ല, ചില നോർമൽ രീതിയിൽ ഇങ്ങനെ പോയതുകൊണ്ടാണ് 8 റുപ്യ. അത് കഴിഞ്ഞ് പിറ്റത്തെ മാസം കിട്ടുന്നത് നമുക്ക് പിന്നെ വാശിയായി എന്താ വെച്ചാല് 8 റുപ്യ കിട്ടിയില്ലേ, അന്ന് $101 $117 ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കിട്ടുന്നത് 219 അങ്ങനെ എന്തോ ഒരു ഡോളർ കിട്ടി. പിന്നെ കിട്ടുന്നത് പിന്നെ ഞങ്ങൾ പ്രാങ്ക് ചെയ്തു. ആ ഒരു പ്രാങ്ക് 2 ലക്ഷത്തോളം ഓടി. അതേമാതിരി മോണിറ്ററിന്റെ എൻഗേജ്മെന്റ് അങ്ങനെ. അപ്പൊ ഇത് എന്ന് വെച്ചാല് നമുക്ക് നമ്മളെ റേഞ്ച് മാറിക്കൊണ്ടേയിരിക്കും നമ്മളെ വീഡിയോ. നിങ്ങളൊരു ലോങ് ഒരു 1 മില്യൺ പോയി കഴിഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് പോയിട്ടില്ല, ഞങ്ങൾ അതല്ലേ പറയുന്നത്, ഒരാള് 1 മില്യൺ പോയി കഴിഞ്ഞെങ്കിൽ ഓൾക്ക് കിട്ടുന്നത് 40-45. പക്ഷെ അതൊക്കെ പിന്നെ നമ്മളെ ഇതനുസരിച്ചാട്ടോ, ചിലപ്പോ കുറച്ച് കമ്മി 35 ആവും, അങ്ങനെയൊക്കെ ഉണ്ട്. അത് നമ്മൾ അതിൽ എങ്ങനെ ഉപയോഗിക്കുക ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ അതില് ആ വീഡിയോയിൽ എക്സ്പെൻസ് കൂടുതലുണ്ടോ അങ്ങനെയൊക്കെ നോക്കിയിട്ടേ നമുക്ക് പൈസ കിട്ടുക. അതല്ലേ ഞാൻ പറഞ്ഞത്. അതൊക്കെ പിന്നെ 1 മില്യൺ പോയിട്ടില്ല, അത് ഭയങ്കര ടാസ്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഫസ്റ്റ് കിട്ടിയത് 8 റുപ്യ, പിന്നെ 16 റുപ്യ, പിന്നത്തെ മാസം കിട്ടിയത് ഒരു 20 സംതിങ് കിട്ടി, പിന്നെ പോയിട്ട് പിന്നെ ഒരു മാസം 30 സംതിങ് കിട്ടി, 36. അത് കഴിഞ്ഞിട്ട് 42 കിട്ടി. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഈ മാസം നമുക്കുണ്ട്, കുറച്ചുണ്ട്, ഒരു 30 സംതിങ് 40 സംതിങ് ഈ മാസം ഉണ്ട്. പിന്നെ ഇപ്പൊ ഈ മാസം പിന്നെ അടുത്ത മാസത്തേക്കുള്ള ഇപ്പൊ ചാരായോണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിപ്പോ ഞങ്ങൾക്ക് നവംബറത്തെ കിട്ടുന്ന വെച്ചാല് ഡിസംബർ 26, 27 ക്രെഡിറ്റ് ആകും പൈസ. ഓരോ മാസം മുന്നിക്കാരോ ഓരോ 26, 25, 24, 26 ആ ലെവലിലൊക്കെ ക്രെഡിറ്റ് ആവും അക്കൗണ്ട് പൈസ. അത് പക്കയായി. ആദ്യമൊക്കെ ഞങ്ങൾ 100 ആക്കാൻ പെടാപാട് പറ്റിയിരുന്നു. ഓട്ടോമാറ്റിക് 100 വട്ടന്നാവും ഇപ്പൊ. അങ്ങോട്ടാണ് പിന്നെ വരുന്നത്. അപ്പൊ ഏതായാലും ഇതൊക്കെയാണ് നമുക്ക് കിട്ടണ, നമുക്ക് കിട്ടിയത് കേട്ടോ. ബാക്കിയുള്ളവരുടെ സംഗതികളൊന്നും നമുക്കല്ല. ഇപ്പൊ നമുക്ക് കിട്ടിയ കാര്യങ്ങൾ നമ്മള്
പിന്നെ സഞ്ചരിച്ച വഴികളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ യൂട്യൂബ് ക്ലിക്കാക്കിയത് നിങ്ങൾ ഇൻസ്റ്റ ഒന്ന് കയറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊമോഷൻസ് കിട്ടും. പക്ഷെ പ്രൊമോഷൻസ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എന്താ പറയാ, തലക്ക് കുറച്ച് ഇടങ്ങിയതാണെങ്കിൽ ചെയ്ത് കൊടുത്ത 1000 റുപ്യ 1500 ഇപ്പൊ ഞമ്മക്ക് കിട്ടണത് നമുക്കിപ്പോ 12K ഉള്ളു, നമുക്ക് കിട്ടണത് ഇപ്പൊ 2000 1000 ഒക്കെ ആ ലെവലിലാണ് കിട്ടുക. അതേമാതിരി നേരെ മറിച്ച് ഇനി അങ്ങോട്ട് കൂടുന്തോറും അതിന്റെ ലെവല് മാറിക്കൊണ്ടേ ഇരിക്കും. അതിനൊക്കെ നേക്കണ് നിസ്സാരാണ്. ഇപ്പൊ ഞങ്ങളിപ്പോ നേരത്തെ ഒരു പർപ്പിന്റെ പ്രൊമോഷൻ കഴിഞ്ഞു. അത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ക്രീമിന്റെ ഒക്കെ പൈസ നമ്മളോട് പറയും ഇന്നത് വേണട്ടോ, ഇന്നത് ചെയ്യണട്ടോ. അന്ന് ചൊർക്കുണ്ടാവൂല. തിന്നാൻ പോയാലും ഓലൊക്കെ തിന്നിച്ചത് തൊള്ളി കൂടെ ശരിക്കറിയില്ല. കാരണം അന്ത്യക്ക് ഉറക്കം വെച്ച് വോയിസ് എഡിറ്റ് ചെയ്ത് നമുക്കൊരു പേടിയൊക്കെ അറിയുമ്പോൾ ഇത് എങ്ങനെയൊക്കെ അത് ഫുള്ളാക്കാൻ കഴിയോ, നമുക്ക് എന്താ പറയാ കൊടുക്കാൻ കഴിയോ. ഫസ്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മളോട് ഇത് പറയാം ശരിയായിട്ടില്ല കേട്ടോ, ഇന്നത് ആഡ് ചെയ്യാണ്ട് ശരിയായിട്ട് ഇതന്നെ കേൾക്കുള്ളൂ. പിന്നെ നമ്മൾ പിന്നെയും കുത്തിരുന്ന് 1 മണി വരില്ല 2 മണിയല്ല 3 മണി വരെ ചെയ്ത് അയച്ചു കൊടുക്കുമ്പോൾ അത് പറയുമ്പോൾ അൽഹംദുലില്ലാ. കാരണം അത്രയും നമ്മളൊരു വീഡിയോക്ക് മാറ്റി ഇറങ്ങാറാവും. ഷോർട്ട് ഇതിട്ടോ പ്രൊമോഷൻസ് ആണെങ്കിൽ, അല്ലാത്തൊക്കെ കയ്യിൽ നിന്ന് ഒരു 5-10 മിനിറ്റ് ആയിട്ട് കാട്ടിക്കൂട്ടുന്ന യൂട്യൂബിലാണ് സംഗതി കിടക്കുന്നത്. ബാക്കി കായിന്റെ കാര്യം കിടക്കുന്നത് യൂട്യൂബിലാണ്. അത് ചെയ്യാൻ ഉദ്ദേശിച്ച് നിൽക്കണ്ട, തുടങ്ങിക്കോളി. കണ്ണും പൊട്ടി തുടങ്ങിക്കോളി. നല്ലൊരു ഫോൺ വേണം, വീഡിയോ ക്ലാരിറ്റി വേണം, അങ്ങനെ ഇങ്ങനെ. പിന്നെ ഞങ്ങളോട് കുറെ ആൾക്കാരെ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് എഡിറ്റ് ആക്കുന്നത്. ക്യാപ്കട്ടിലാട്ടെ ഞങ്ങൾ എഡിറ്റ് ആക്കുന്നത്. ഒക്കെ പഠിച്ചിരുന്നതും പറഞ്ഞതും ഞങ്ങൾക്കൊന്നും അറിയില്ല. ഇനി ഇപ്പൊ ഞങ്ങൾ യൂസ് ആക്കണ മൈക്ക് വരെ ഞങ്ങൾക്ക് മൈക്കെല്ലാം പറഞ്ഞിട്ട് അതുപോലെ ഞങ്ങൾ മസിൽ ഫാമിലിന്റെ സെക്കൻഡ് ഹാൻഡ് ആണ്, അല്ല ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. അപ്പൊ ഏതായാലും നമ്മളിത് ഈ ഒരു കാര്യം വെറുതെ ഷെയർ ചെയ്യാൻ വന്നാണ്. പിന്നെ വേറെപ്പോ എന്താ അപ്പൊ അതന്നെ ഇപ്പൊ ഞങ്ങൾക്ക് ഇത് തുടങ്ങിയിട്ട് നഷ്ടമല്ല, നെഗറ്റീവാളുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് നഷ്ടം ഇപ്പം ഇച്ചും താത്താക്കും എന്താ പറയാ, ഞങ്ങൾക്ക് ഒരു സന്തോഷമാണ്. കാരണം ഷെഫീഖിന് ഞങ്ങൾക്ക് എന്താ പറയാ ഒരു 10-40 ഇപ്പൊ സിഫ്നക്ക് കുറെ സ്കാനിങ്ങും കാര്യങ്ങളും ഉണ്ടായിട്ട് ജംഷാന് പണിയില്ലാതായപ്പോ യൂട്യൂബിന്റെ ഈ പൈസ നമ്മൾ കൂടുതൽ എടുത്ത് ഓക്ക് ഒരുപാട് ആവശ്യങ്ങൾക്ക് ജംഷാന് ഇടങ്ങേറാക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പണി ഇല്ലാക്കുമ്പോൾ മഴന്റെ സമയത്തൊക്കെ പണി ഇല്ലാന്നിട്ടും പിന്നെ യൂട്യൂബിൽ നിന്നുള്ള പൈസ കൊണ്ടാണ് കുറെ സംഗതികൾ നടന്നത്. ഇന്റതും അങ്ങനെ തന്നെയാണ്, കുറെ സംഗതികൾ അങ്ങനെയാണ്. ചിലപ്പോൾ കുറച്ച് കടം കല്ലൊക്കെ ഉണ്ടായിരുന്നു, കുറച്ചും പാടുള്ള കടക്ക അല്ലാത്തൊക്കെ വീട് കഴിഞ്ഞ്. ഷെഫീഖിനായാലും ഞങ്ങൾക്ക് ഇപ്പൊ എന്താ പറയാ ഈ 4-5 മാസം കൊണ്ട് ഞങ്ങൾക്ക് എന്താ പറയാ 40-40 ഞങ്ങൾക്ക് ഓന് കൊടുക്കാൻ കഴിഞ്ഞു. അതിന് ഞങ്ങൾക്ക് നല്ല എന്താ പറയാ സന്തോഷമുണ്ട്. കാരണം നമ്മൾ കൊടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ എന്താ പറയാ പണം കൊണ്ടിറക്കണ് പെരീത്തെ എല്ലാ ചെലവും. അപ്പൊ ഞങ്ങളെ കൊണ്ട് അങ്ങോട്ട് കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ടോ ഈ മാസം ഇന്നുണ്ട് അന്ന് വിട്ട് കൊടുക്കുമ്പോൾ ഞമ്മക്ക് എന്താ പറയാ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞങ്ങള് അങ്ങനെ കൊടുക്കുമെന്ന് നമ്മൾ ഈ പരിപാടി തുടങ്ങുന്നത് നമ്മളെ കൊണ്ട് ഇങ്ങനെ ഇപ്പാക്കായാലും ഉമ്മാക്കായാലും ഓനായാലും ഇങ്ങനെ കൊടുക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെയാണ് വീഡിയോ. നിങ്ങളെല്ലാവരും പിന്നെ ഉഷാറായിട്ട് തുടങ്ങിക്കോളും, കത്തിക്കോളും. വേറെ ലെവലാണ് ഇതിന്റെ സംഗതി. അല്ലേ ഒരു മാസം ഞങ്ങൾ ഇപ്പൊ ചിന്തിച്ചിട്ടുള്ളൂ, ഒരു മാസം എന്തായാലും നെറ്റേറ്റണം. ആ നെറ്റേറ്റ് എന്തായാലും നടക്കട്ടെ. അപ്പൊ നമുക്ക് അതിന്റെ ഇതുണ്ടാക്കാം. അപ്പൊ ഇതൊക്കെയാണ് സംഗതി. ചിലവർക്ക് ഇത് പ്രയോജനപ്പെടും. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ. പിന്നെ ഞമ്മക്കറിയാൻ ഡൗട്ടൊക്കെയാണ് നമ്മോട് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു ചെയ്യട്ടെ, നമുക്ക് മടിയൊന്നുമില്ല. ചിലപ്പോൾ ഇന്റെ അടുത്തും ഉണ്ട്, ഇൻസ്റ്റ അക്കൗണ്ട് ആണെങ്കിലും ഇന്റെ അടുത്തുണ്ട്, യൂട്യൂബ് അക്കൗണ്ട് ആണെങ്കിലും ഇന്റെ അടുത്തുണ്ട്, ഇവിടെ അടുത്തുണ്ട്, ഷിഫ്നാന്റെ അടുത്ത്. ഞങ്ങൾ 3 അക്കൗണ്ട് ഉള്ളത്. അപ്പൊ ചിലപ്പോൾ ഒരാൾ എന്തായാലും റിപ്ലൈ ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.